പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അന്യസഭാസിന്റെയും അമലാമരിയുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പരസ്പരം സമ്മതം ദൈവത്തിന് മുൻപിലും ദൈവജനത്തിന് മുൻപിലും ഏറ്റുപറഞ്ഞുകൊണ്ട് വിവാഹമെന്ന പ്രത്യാശയിലൂടെ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കുന്ന നിമിഷങ്ങളാണ്. തിങ്കളാഴ്ചയാണ് കല്യാണം. ഒരുക്കത്തിലധികം ദിവസങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിലായിട്ടുള്ള പരിചയവും പരസ്പരമുള്ള പങ്കുവയ്ക്കലും അതിനുവേണ്ടിയായിട്ട് പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ദൈവജനത്തിന്റെയും ദൈവത്തിന് മുൻപിൽ സമ്മതം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരേ മനസ്സോടെ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന് ഏറ്റുപറയുന്ന നിമിഷങ്ങളിൽ അനുവിനെയും അമലയെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ധന്യമുഹൂർത്തത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഏറെ നന്ദിയോടെ ഓർക്കാം. അവരുടെ സ്വപ്നമായിരുന്നു, അവരുടെ പ്രതീക്ഷയായിരുന്നു തങ്ങളുടെ മക്കൾ ഒരു പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നത് കാണുക. അവരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഈ നിമിഷം നമ്മൾ കാണുന്നതും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളും. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അനുവിന്റെ മാതാപിതാക്കളും അമലയുടെ അച്ഛനും ദൂരത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന അമ്മയെയും എല്ലാം ഈ നിമിഷങ്ങളിൽ ഏറെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ അനുഗ്രഹവും സംരക്ഷണവും പരിപാലനയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടി ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുമ്പോൾ അവരുടേതായ ആശങ്കകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഈ രണ്ട് വ്യക്തികളും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും തുറവിയോടുകൂടി തങ്ങളെ തന്നെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുവാനും പരസ്പരം സമർപ്പിക്കുവാൻ വേണ്ട കൃപാവരം ഇവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹവും സംരക്ഷണവും പരിപാലനയും ഇവരുടെ വൈവാഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും സ്നേഹത്തിലും ഇവരെ ഒന്നിപ്പിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഇവരെ ഈ തിരുക്കർമ്മങ്ങളെ പങ്കെടുക്കുമ്പോൾ ഇവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുവാൻ ഒരുങ്ങുന്ന ക്രൈസ്തവ യുവതിയുവാക്കളായ അനുവിനെയും അമലയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനായി പരസ്പരം നൽകുവാൻ ഇവർ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന അവസരത്തിൽ അങ്ങയുടെ അനുഗ്രഹാശിസ് കൊണ്ട് ഇവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അങ്ങയുടെ അനുഗ്രഹവും സംരക്ഷണവുമാണ് വൈവാഹിക ജീവിതത്തെയും കുടുംബജീവിതത്തെയും
വിവാഹത്തിനായി ഒരുക്കുന്നതിന് അങ്ങനെ പരിശുദ്ധിയോടും പക്വതയോടും കൂടി വിവാഹദിനത്തെ സമീപിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് ഉത്തമയായ ഭാര്യയുള്ളവൻ അവന്റെ ആയുസ് തികപ്പിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെട്ടവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അവൻ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന സൂര്യനെ പോലെയാണ് ചിത്രയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശിഷ്ടമായ കണ്ണിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭദ്രമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജത പീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമാവിന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തെ അടിവച്ച് അവർ മഹനീയരാകും. കർത്താവിന്റെ വചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് നമുക്കൊരു വെച്ച് അവിടുത്തെ നാമം സ്തുതിക്കാൻ. ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് ഉത്തരവിറങ്ങി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ എന്നെ വിളിച്ചു കർത്താവ് കേട്ടു. എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് നല്ലവരെന്ന് രുചിച്ചറിയുന്നു. അവിടുത്തെ ആശ്രയിക്കുന്നവർ പറഞ്ഞവൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. വിശുദ്ധ സുവിശേഷമുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ച എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്റെ സന്തോഷം നിങ്ങളെ കൊടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവിന്റെ സുവിശേഷം. സ്നേഹപിതാവേ ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരായ നിങ്ങൾ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടുവാൻ തക്കവിധം അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്നേഹദാതാവിയുടെ സ്നേഹത്തിന് എന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിൽ സർവദാ സന്തോഷം കണ്ടെത്തുവാൻ കുടുംബജീവിതത്തിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അനുസഭാഷനും അമലാമനെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്മസ്വരൂപനായ ദൈവമേ, അങ്ങേ പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിച്ചുവല്ലോ. ഈ സഹോദരങ്ങൾ കെട്ടിപ്പടുത്തുവാൻ പോകുന്ന കുടുംബത്തിൽ തങ്ങളുടെ സ്നേഹത്തിന്റെ മകുടമായ മക്കളോടൊത്ത് സദാ സന്തോഷിക്കുന്നതിന് ഇവർ അങ്ങേ എന്നും സ്തുതിക്കുന്നതിനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പുത്രൻ തന്റെ രഹസ്യത്തിലൂടെ സഭയെ തന്റെ മണവാട്ടിയായി സ്നേഹിക്കുകയും അങ്ങേക്ക് സമർപ്പിച്ച സ്വരക്തത്തിലൂടെ വിശുദ്ധീകരിച്ച് നിർമ്മലയാക്കുകയും ചെയ്തുവല്ലോ. വിവാഹമെന്ന
ഇവരെ നിരന്തരം നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്നേഹത്തിൽ നിന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രണ്ട് സാക്ഷികൾ പുരുഷന്റെയും വരന്റെയും വിവാഹം. ദൈവാനുഗ്രഹത്താൽ 2025 ആണ്ട് ആഗസ്റ്റ് മാസം 23-ാം തീയതി ബഹുമാനപ്പെട്ട കൊല്ലം രൂപതയിൽ കേരളപുരം മേറിയറാണി ഇടവകയിൽ AB ഭവനിൽ സെബാസ്റ്റ്യന്റെയും ജനറ്റിന്റെയും മകൻ അനു സെബാസ്റ്റ്യനും, കുരിപ്പുഴ സെന്റ് ജോസഫ് ഇടവകയിൽ അനത്താഴം ക്ലീറ്റസേവിയറിന്റെയും സിർലാസ് ക്ലീറ്റസിന്റെയും മകൾ അമല മരിയയും തമ്മിൽ കത്തോലിക്ക സഭ നിയമപ്രകാരം 2025 ആഗസ്റ്റ് 25-ാം തീയതി കുരിയപ്പുഴ സെന്റ് ജോസഫ് ഇടവകയിൽ വെച്ച് വിവാഹം ചെയ്തു കൊള്ളാമെന്ന് സമ്മതിക്കുന്നുവോ? യഥായോഗ്യം ആദരിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവമേ, അങ്ങയുടെ വാത്സല്യാധികത്താൽ അങ്ങേ മക്കളായ അനു സെബാസ്റ്റ്യനെയും അമലാമരിയെയും പരസ്പരം സ്നേഹിക്കുവാൻ പ്രചോദനം നൽകിയതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളെ സ്നേഹത്തിൽ സ്ഥിരീകരിക്കുവാൻ കഴിയണമേ. അങ്ങനെ ഇവർ അന്യോന്യം വിശ്വസ്തത പാലിച്ച് എല്ലാ കാര്യങ്ങളിലും അങ്ങയെ പ്രസാദിപ്പിക്കുവാനും യഥാസമയം വിവാഹമെന്ന കുദാശയുടെ ആനന്ദത്തിൽ വന്നണയുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മങ്ങൾ സമാപിച്ചു. സമാധാനത്തിൽ പോകുകയും. In my eyes you were like dandelions in summertime, always dancing round in my mind, beautiful butterfly. You're perfect in every way. There's only one choice I can make. I choose you over and over again. Only you. Every day till this world ends. There's no mountain I wouldn't climb, thing that I wouldn't try, nothing that I wouldn't do. I choose you. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇപ്പോൾ നമുക്ക് നല്ല ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമുക്ക് ഈ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ തുടങ്ങാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് I welcome both family, Mr. Anu and Mr. Amala Maria's family members. Please come on the stage. Parents, Mr. Sebastian, Anu's father, and Mrs. Janet, Anu's mother, and Mr. Cletus, sir, please welcome Maria's father. അതിനുശേഷം നമുക്ക് ലൈറ്റിംഗ് ദ കാൻഡിൽ സെറിമണിയാണ്. നമ്മൾ ലൈറ്റിംഗ് ദ കാൻഡിൽ സെറിമണി ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ബ്രൈഡും ഗ്രൂമുമാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ലൈറ്റിംഗ് ദ കാൻഡിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
അവരെ ജീവിതത്തില് ഒരു മെഴുകുതിരിയായി ഉരുകി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് പോകുന്നതിന്റെ അടയാളമാണ് കാൻഡിൽ സെറിമണി. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യും, വൈനും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വൈൻ കുടിക്കും. അതിന്റെ അടയാളം, വൈൻ്റെ അടയാളം എന്താണ്? നമ്മള് ജീവിതത്തിന്റെ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം നമ്മൾ ഒന്നിച്ച് ജീവിതയാത്രയിൽ മുന്നേറും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മധ്യസന്നിഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാം. അനുവിനെയും അമലെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങ് കുടുംബജീവിതത്തെ സ്ഥാപിക്കുകയും കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. വിവാഹമെന്ന കുദാശയ്ക്ക് ഒരുക്കമായിട്ട് പരസ്പരം സമ്മതം ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതയാത്രയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അനുവിനെയും അമലെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും പരിപാലനയും ഒന്നും ഉണ്ടായിരിക്കണമേ. രണ്ടു കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഈ അവസരത്തിൽ പരസ്പരം ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും ദൈവത്തിന്റെ കൃപാവരത്തിനു വേണ്ടി അപേക്ഷിക്കുവാനും വേണ്ട തുറവി ഇവർക്ക് നൽകണമേ. ഇവരുടെ ജീവിതയാത്രയിൽ വിശ്വസ്തതയും ഐക്യവും തുറവിയും നൽകി അനുഗ്രഹിക്കണമേ. അനേക സുഹൃത്തുക്കളെ നൽകി ഇവരുടെ ജീവിതത്തെ സമ്പന്നമാക്കണമേ. എല്ലാറ്റിനുപരിയായി അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ നിറയ്ക്കുവാനും കഴിയണമേ. ഈ മക്കളെയും ഇവരുടെ ഭാവി ജീവിതത്തെയും ഇവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ അനുഗ്രഹ ആശംസകളോട് നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടേൽക്കണമേ. We're standing still in the wake, watching all go by. For all that we know, it's a trick of the
take some punches. I'm no stranger to the fight. Spent some time down in the shadows, still adjusting to the light. I got some stories I could tell you, wear my feelings on my sleeve. Yeah, that's me. Like the edge of a knife, like the back of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. I've been rolling with the thunder, I'm no stranger to surprise. The storm that tried to pull me under led me closer to the light. I got some scars that I could show you, but I'm fighting to believe. Yeah, that's me.